നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പൊതു തെരഞ്ഞെടുപ്പിലെ പത്രികാ സമർപ്പണം പൂർത്തിയായി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരനും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ദേശീയപാത നടത്തറയിൽ ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിയുടെ ഊരിത്തെറിച്ച ചക്രം ദേഹത്ത് പതിച്ച യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് കുന്നംകുളം സ്വദേശി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി. പച്ചളിപ്പുറം സ്വദേശിയായ യുവാവിനെതിരെയാണ് നടപടി. കൊടകര പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്ര നടത്തിപ്പിൽ അഴിമതിയാണെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന് കുറുകെ കടമ്പോട് പ്രദേശത്ത് നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് നടപ്പാലം അപകടാവസ്ഥയിലായി. ആശങ്കയിലായി നാട്ടുകാർ. വാർത്തകൾ വിശദമായി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരനും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചയോടെ വരണാധികാരിയായ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയ്ക്ക് മുൻപാകെയാണ് ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പടിഞ്ഞാറേക്കോട്ടയിലേക്ക് കരുണാകരന്റെ പ്രതിമയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ജാഥയായാണ് കളക്ടറേറ്റിൽ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അയ്യന്തോളിലെ സൈനിക സ്മാരകമായ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം കളക്ടറേറ്റിലേക്ക് റോഡ് ഷോ ആയി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വലിയ ആത്മവിശ്വാസമുണ്ടെന്നും തൃശൂരിൽ ഇത്തവണ വിജയിക്കുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ഒരു വൈബ്രേഷൻ ഉണ്ട്, ഒരു പൾസ് ഉണ്ട്, അത് വെച്ചിട്ടുള്ള ആത്മവിശ്വാസം. അല്ല, അത് പാർട്ടി തീരുമാനിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്, അതനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബുധനാഴ്ച LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പത്രിക സമർപ്പിച്ചിരുന്നു. ഇതോടെ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെയും പത്രിക സമർപ്പണം പൂർത്തിയായിരിക്കുകയാണ്. ആവശ്യകരമായ പ്രചരണവും മുന്നണികൾ നടത്തുന്നുണ്ട്. മുപ്ലിയം റോഡിൽ ആരംഭിച്ച UDF പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ TS രാജു അധ്യക്ഷനായിരുന്നു. വർക്കിംഗ് ചെയർമാൻ ഷാജു കളിയങ്കര, കൺവീനർ KJ ജോജു, VK വേലുക്കുട്ടി, VK ആന്റണി, ആൻസി ജോബി, AJ ജസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു. ഇനി NCTV ഒരുക്കുന്ന സ്പെഷ്യൽ ഇലക്ഷൻ പ്രോഗ്രാം സ്ഥാനാർത്ഥിയോടൊപ്പം. ദേശീയപാതയിൽ ആമ്പല്ലൂർ പുതുക്കാട് മേഖലകളിലെ അപകടങ്ങൾ പരിഹരിക്കാൻ ശാസ്ത്രീയ പരിശോധന വേണമെന്നും ടോൾ പിരിവ് വലിയ വിപത്തെന്നും LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന ഇലക്ഷൻ സ്പെഷ്യൽ സെഗ്മെന്റിൽ പുതുക്കാട് മണ്ഡലത്തിലെ വിഷയങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു സുനിൽകുമാർ. സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ വിശേഷങ്ങളുമായിട്ടാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം, ഈ കത്തുന്ന വെയിലിലും എത്രത്തോളം ആവേശത്തോടെയാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന്. മണ്ഡലത്തിലെ ഒരു പര്യടനം ഏത് രീതിയിൽ? വളരെ ആവേശകരമായ സ്വീകരണ പരിപാടികളാണ്. നട്ടുച്ച സമയത്ത് പോലും നിരവധി ആളുകൾ വന്ന് സ്വീകരിക്കുന്ന വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്വീകരണ പരിപാടിയാണ് ഇപ്പോൾ പുതുക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. ചൂട് ബാധിക്കുന്നുണ്ടോ? ചൂടിപ്പോ മീനമാസത്തിൽ ചൂടില്ലാണ്ടിരിക്കില്ലല്ലോ. അപ്പൊ ആ ചൂട് എല്ലാവർക്കും ഉണ്ട്, ചൂട് എനിക്കുണ്ട്. എന്നേക്കാൾ കൂടുതൽ ചൂട് കൊള്ളുന്ന ആൾക്കാരെ ഇരിക്കുന്ന ആൾക്കാർ. എന്റെ ചൂടിന് മാത്രം പ്രത്യേകത ഒന്നുമില്ല. അപ്പൊ ഞങ്ങളെല്ലാവരും വെയിൽ കൊള്ളാൻ തീരുമാനിച്ചു. ചൂടിനേക്കാൾ വലിയ ആവേശത്തോടെയാണ് എല്ലാവരും വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി, ഞാൻ പറഞ്ഞില്ല ഞാൻ മാത്രമല്ല സ്ഥാനാർത്ഥി, ഇവരൊക്കെ സ്ഥാനാർത്ഥികളാണ്. അപ്പൊ എല്ലാവരും കൂടി ഞങ്ങള് ചൂടും വെയിലൊക്കെ കൊണ്ട് ഞങ്ങളുടെ വിജയം ഉറപ്പാക്കും, അല്ലെങ്കിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും. ഇപ്പൊ പുതുക്കാട് പ്രദേശത്തേക്ക് വരുമ്പോ നമ്മള് NCTV ചാനൽ എന്ന് പറയുമ്പോൾ പുതുക്കാട് പ്രദേശ അറിയാം. NCTV ചാനലിനെ പറ്റി, NCTVനെ പറ്റി അറിയാൻ പറ്റും.
ഞാൻ പല സമയത്തും ഇവിടെ പ്രാദേശിക പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പുതുക്കാട് മേഖലയിലെ ജനങ്ങളുടെ ഉള്ളിലെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. MP ആയി വരുന്ന വ്യക്തിക്ക് ഈ ഒരു മണ്ഡലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നൽകാൻ സാധിക്കുക എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും പുതുക്കാട് റെയിൽവേ സ്റ്റേഷന്റെ വികസനം, പുതുക്കാട് റെയിൽവേ മേൽപ്പാലം എന്നിവരും ഇത്തരത്തിൽ ഒരുപാട് ആശങ്കകൾ അവർക്കുണ്ട്. എന്താണ് സുനിച്ചേട്ടൻ അതിനെ കുറിച്ച്? അല്ല, അതെല്ലാം നമ്മൾ സമഗ്രമായിട്ടുള്ള പുതുക്കാട് മണ്ഡലത്തിലെ ഓരോ MLA അടക്കമുള്ള ആളുകളുമായിട്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനെ നിരവധി അതിന്റെ ഓവർ ബ്രിഡ്ജായിട്ട് ബന്ധപ്പെട്ടിട്ടും അതിന്റെ ലെങ്ത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ആവശ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് സാധ്യമാക്കുന്നതിനും വേണ്ടി റെയിൽവേയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണല്ലോ. MP ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനേക്കാൾ എല്ലാം ഉപരിയായി ഇവിടെ ഒരുപാട് സ്റ്റോപ്പുകൾ ഇല്ലാതായിട്ടുണ്ട്. കാരണം ഈ പ്രദേശത്തുള്ള പ്രാദേശികമായിട്ടുള്ള ഒരുപാട് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ട ബെസ്റ്റ് ട്രെയിനുകൾ ഇപ്പൊ നമുക്ക് മറ്റേത് ട്രാൻസ്പോർട്ടേഷനേക്കാളും വില കുറഞ്ഞ് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് റെയിൽവേ. അപ്പൊ അത് ആ പോസിബിലിറ്റീസ് കൂടുതലായിട്ട് പരിശോധിക്കുക എന്നുള്ളതും കൂടി ഇതിന്റെ ഭാഗമാണ്. ഒപ്പം ഈ ദേശീയപാതയിൽ നമുക്കറിയാം ആമ്പല്ലൂരും പുതുക്കാടും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നു. സിഗ്നൽ ജംഗ്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അവിടെ അടിപ്പാത വേണം, മേൽപ്പാലം വേണം, ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കും. അതൊരു അടിപ്പാതയും മേൽപ്പാതയുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അതെങ്ങനെ വേണം എന്നുള്ളത് നമുക്കിപ്പോ ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ MLA ഇതിനകത്ത് യോഗം വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടുത്തെ MLAയും ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് നമുക്ക് ഏത് ആവശ്യത്തിലാണ് മുൻഗണന കൊടുക്കേണ്ടത്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായത് ഏതാണെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഇവിടുത്തെ ഈ അപകടം അത് നിരവധി ശാസ്ത്രീയമായി തന്നെ അത് പുനഃപരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഈ ഒരു നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നമ്മുടെ പരിഗണനയിൽ വരുത്തുകയും അതിന് പരിഹാരം കാണാൻ വേണ്ടി നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചർച്ച നടത്തിയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന നാഷണൽ ഹൈവേയിലുള്ള എല്ലാ വിഷയങ്ങളും സമഗ്രമായിട്ടുള്ള പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാവും. തീർച്ചയായിട്ടും. ഒപ്പം ഈ ടോളിന്റെ ഒരു വിഷയം, ടോൾ ഇല്ലാതാകുമോ എന്നത്, ടോളിനെതിരെ ഏറ്റവും കൂടുതൽ സമരം നടത്തിയ കേസുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. IVF-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലം മുതൽ ഞാൻ അതിനോട് സൈദ്ധാന്തികമായിട്ട് രാഷ്ട്രീയമായിട്ടൊക്കെ എതിർപ്പുള്ള ഒരാളാണ്. അപ്പൊ അതിനെപ്പറ്റി പിന്നെ ചോദ്യം ചോദിക്കേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല. ടോള് കൊണ്ടുവന്ന കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് ടോൾ ഇപ്പോ വൻതോതിൽ ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ കയ്യിലെ പൈസ കൊടുത്തിട്ട് നമ്മൾ കാർ മേടിക്കുക, നമ്മൾ റോഡ് സെസ് അടയ്ക്കുക, നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ റോഡ് സെസ് കൊടുക്കുക, എന്നിട്ട് പിന്നെ ഇവിടുത്തെ മൾട്ടിനാഷണൽ കമ്പനിക്ക് ഒരു വണ്ടി അങ്ങോട്ട് കിടക്കുമ്പോൾ 90 രൂപ കൊടുക്കേണ്ടി വരിക. തീർച്ചയായും ഇത് തന്നെയാണ് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി ചെയ്യുന്ന പണി എന്ന് പറയുന്നത്. അത് ഇവിടുത്തെ മാത്രം ഒരു പ്രശ്നമല്ല, അത് ദേശീയ തലത്തിലുള്ള ഒരു വലിയ പോളിസി വിഷയമാണ്. അപ്പൊ ഇടതുപക്ഷ കാലത്ത് എതിർത്തിട്ടുള്ള ഞങ്ങളിപ്പോ LDF ഭരിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ഹൈവേയുമായി ബന്ധപ്പെട്ട ടോളൊക്കെ നിർത്തലാക്കിയല്ലോ. അത് ചെയ്യാൻ ഞങ്ങൾ കഴിഞ്ഞെന്തുകൊണ്ടാണ്? അതൊരു പോളിസിയുടെ പ്രശ്നമാണ്. അപ്പൊ ഇതൊരു പോളിസിക്കെതിരായിട്ടുള്ള നിലപാടെന്ന നിലയിൽ പാലിക്കൽ ടോൾ എന്ന ഒറ്റ ടോള് നിർത്താനൊന്നും ഒരു MP വിചാരിച്ച പറ്റുന്ന കാര്യമില്ല. അപ്പൊ ടോൾ എന്ന് പറയുന്നത് ദേശീയ അടിസ്ഥാനത്തിലുള്ള ഒരു നയത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയ വിപത്താണ്. അപ്പൊ അതിനെതിരെയുള്ള നിലപാട് എക്കാലത്ത് എടുക്കുമെന്നുള്ളതിൽ മാത്രം ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഈ ഒരു പ്രദേശത്ത് നമുക്ക് ഏറ്റവും വലിയൊരു വിഷയം കൂടിയാണ് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം, പ്രത്യേകിച്ച് ആനകളുടെ ഒക്കെ ഒരു ശല്യം. ഇതിനെതിരെ നമുക്ക് ദേശീയ തലത്തിൽ ഒരു പോളിസി രൂപീകരിക്കുകയോ അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമത്തിന്റെ കീഴിലാണിത്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്നത്, ആ നിയമത്തിനകത്ത് ഒരു ചെറിയ ഭേദഗതി പോലും വരുത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഒരു അധികാരമില്ല. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തന്നെ വിചാരിക്കേണ്ട കാര്യമാണ്. ഇപ്പോ ഈ പന്നി പോലെയുള്ള ക്ഷുദ്രജീവികളായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞത് പോലും കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ടില്ല. ആന പോലെയുള്ള അല്ലെങ്കിൽ വന്യജീവികൾ എങ്ങനെ നമുക്കത് പ്രിവെന്റ് ചെയ്യണം, അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നത്തിനകത്ത് എന്താണ് പരിഹാരമാർഗം എന്ന് കണ്ടെത്തി തരുന്നതിൽ സംസ്ഥാന വനം വകുപ്പിനെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു പോളിസി ഉണ്ടാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ആ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പോളിസിയും ഒരു റൂളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആക്ടും വരാതെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്, ആ നിലപാടിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട മലയോര മേഖല ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നിരന്തരമായിട്ട് ഉന്നയിക്കുക എന്നുള്ളതാണ് ഒരു MP എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. അതോ തീർച്ചയായിട്ടും അത് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഏറ്റവും മനോഹരമായി ഇതേ ആവേശത്തോടെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രചരണ പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഈ സമയം NCTV പ്രേക്ഷകർക്ക് വേണ്ടി തന്നതിന് NCTV പ്രേക്ഷകർക്ക് അഭിവാദ്യങ്ങൾ.
പുതുക്കാട് നിയോജക മണ്ഡലത്തിലൂടെ തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ പ്രചാരണമാണ് ഇപ്പോൾ ഇതുവഴി കടന്നുപോയത്. വലിയ ആവേശത്തോടെയാണ് LDF പാളയത്തിലുള്ള എല്ലാ അണികളും തന്നെ ഈ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വലിയ വിജയപ്രതീക്ഷയോടെ തന്നെയാണ് ഓരോരുത്തരും ഈ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാമിലൂടെ ഇന്ന് നമ്മൾ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ വിശേഷങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ മൂന്നാംഘട്ട പര്യടനത്തിന്റെ ഭാഗമായി പച്ചളിപ്പുറത്തെ 100-101 നമ്പർ ബൂത്തുകളുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി A. നാഗേഷ്, സംസ്ഥാന കൗൺസിൽ അംഗം ടിൻഡു, ആമ്പലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. ജോഷി പണിക്കത്ത് പറമ്പിലിന്റെ വീട്ടിൽ വെച്ചായിരുന്നു കുടുംബസംഗമം നടത്തിയത്. അവകാശവാദങ്ങൾ ഉന്നയിക്കാം, അടിച്ചു വീഴ്ത്താൻ വേണ്ടിയും അടിച്ചു മുന്നേറാൻ വേണ്ടിയും എന്തും പറയാം. അതൊന്നുമല്ല നിങ്ങളുടെ ചിന്തയിൽ പാകപ്പെടേണ്ട, വിതയ്ക്കപ്പെടേണ്ട വിത്തുകൾ. നിങ്ങൾക്ക് ചുറ്റും കഴിഞ്ഞ 10 വർഷത്തെ ജീവിതമെടുക്കുക. കേരളത്തിലെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ചേർന്ന് പോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ഭരണ സംവിധാനമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു തന്നത്. അത് നാശമായാലും അനുഗ്രഹമായാലും ഇതൊക്കെ വിലയിരുത്തണ്ടേ? ആലോചിക്കണ്ടേ? അങ്ങനെയൊക്കെ ആലോചിച്ചാൽ ഇപ്പൊ എങ്ങനെ ഭയങ്കര സന്തോഷം. ദേശീയപാത നടത്തറയിൽ ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിയുടെ ഊരിത്തെറിച്ച ചക്രം ദേഹത്ത് പതിച്ച യുവാവ് മരിച്ചു. ഫാസ്ടാഗിന്റെ താൽക്കാലിക കൗണ്ടറിലെ ജീവനക്കാരനായ കുന്നംകുളം സ്വദേശി പുലിക്കോട്ടിൽ 44 വയസ്സുള്ള ഹെബിനാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്കായിരുന്നു സംഭവം. ലോറിയിൽ നിന്നും ഊരിത്തെറിച്ച ചക്രം റോഡരികിലുണ്ടായിരുന്ന ഫാസ്ടാഗിന്റെ താൽക്കാലിക കൗണ്ടറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ഹെബിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി. പച്ചളിപ്പുറം സ്വദേശിയായ യുവാവിനെതിരെയാണ് നടപടി. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടയായ പച്ചളിപ്പുറം അറയ്ക്കൽ 28 വയസ്സുള്ള വിശാഖിനെയാണ് കാപ്പ ചുമത്തി ജയിലിൽ അടച്ചത്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് പച്ചളിപ്പുറം കല്ലൂർ ഭാഗങ്ങളിൽ നിരന്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് കാപ്പ ചുമത്തിയത്. പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഇയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ചാലക്കുടി DYSP R. അശോകന്റെ നേതൃത്വത്തിൽ നിരന്തരമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്നാണ് പുതുക്കാട് പോലീസ് കാപ്പ നടപടികൾ സ്വീകരിച്ചത്. കൊടകര പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്ര നടത്തിപ്പിൽ അഴിമതിയാണെന്നാരോപിച്ച് കൊടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം പ്രനീല ഗിരീശൻ, ബിജി ഡേവിസ്, ജോയ് ചെമ്പകശ്ശേരി, വിനയൻ തോട്ടാപ്പിള്ളി, VR രഞ്ജിത്ത്, ജസ്റ്റിൻ പൊന്മണിശ്ശേരി, ഡൽജിത്ത്, സിജോ, കോടന നാരായണൻകുട്ടി, PK അരുൺ, E ഗിരീശൻ, ജോസ് കൊച്ചക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. അഴിമതി ആരോപണത്തിൽ അന്വേഷണം നടത്തണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. നാഷണൽ ഹൈവേ അവരുടേതാണെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിരുന്നു ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ടേക്ക് എ ബ്രേക്കിന് വേണ്ടിയിട്ടുള്ള മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന് കുറുകെ കടമ്പോട് പ്രദേശത്ത് നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് നടപ്പാലം അപകടാവസ്ഥയിലായി. പാലത്തെ താങ്ങി നിർത്തുന്ന കരിങ്കൽ കെട്ട് തകർന്നതിനെ തുടർന്നാണ് പാലം ദുർബലാവസ്ഥയിലായത്. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിയിലെ വലതുകര മെയിൻ കനാലിന്റെ ശാഖയായ മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന്റെ കുറുകെയാണ് കോൺക്രീറ്റ് നടപ്പാലമുള്ളത്. പ്രദേശവാസികൾക്ക് കനാൽ മുറിച്ചു കടക്കാനായി നിർമ്മിക്കപ്പെട്ടതാണ് പാലം. 1956 മറ്റത്തൂർ കനാൽ പണി കഴിപ്പിച്ചപ്പോഴാണ് പാലവും നിർമ്മിച്ചത്. മാരാങ്കോട് മുതൽ മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറി വരെ 19 കിലോമീറ്ററോളം നീളമുള്ള മറ്റത്തൂർ കനാലിന് കുറുകെ ഇത്തരത്തിലുള്ള 10-ലേറെ നടപ്പാലങ്ങൾ ഉണ്ട്. കടമ്പോടുള്ള ഒരു കോൺക്രീറ്റ് നടപ്പാലത്തിന്റെ ഒരു ഭാഗത്തുള്ള കരിങ്കൽ കെട്ട് തകർന്നത് സമീപത്തെ വീടുകൾക്കും ഭീഷണിയായിട്ടുണ്ട്. കരിങ്കൽ കെട്ട് തകർന്നതോടെ ബണ്ട് ദുർബലമായി ഇടിയാൻ സാധ്യതയുള്ളതായാണ് സമീപവാസികളെ ആശങ്കയിലാക്കുന്നത്.
മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന കനാലിന്റെ ബണ്ട് ദുർബലമായ ഭാഗത്ത് പൊട്ടാനിട വന്നാൽ വെള്ളം വീടുകളിലേക്ക് കുത്തിയൊഴുകി നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്നാണ് കനാലോരത്തുള്ള കുടുംബങ്ങളുടെ ആശങ്ക. സംസ്ഥാനത്ത് പ്രതിദിന വൈദ്യുതി ഉപഭോഗം വീണ്ടും സർവകലാ റെക്കോർഡിൽ 107.76 ദശലക്ഷം യൂണിറ്റാണ് ബുധനാഴ്ചത്തെ മൊത്തം വൈദ്യുതി ഉപഭോഗം. കഴിഞ്ഞ ചൊവ്വാഴ്ച 106.88 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് മൊത്തം ഉപയോഗിച്ചത്. ഇതിനെ മറികടന്നാണ് ബുധനാഴ്ചത്തെ മൊത്ത വൈദ്യുതി ഉപഭോഗം. പീക്ക് സമയ ആവശ്യകതയും സർവകാല റെക്കോർഡിലാണ്. വൈകിട്ട് 6 മുതൽ 11 വരെ 5359 മെഗാവാട്ട് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത്. ഉപഭോഗം കൂടുമ്പോൾ അമിത വിലയ്ക്ക് വൈദ്യുതി പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിയാണ് KSEB വിതരണം തുടരുന്നത്. 300 മുതൽ 600 മെഗാവാട്ട് വരെ വൈദ്യുതി മിക്ക ദിവസങ്ങളിലും ഉയർന്ന വിലയ്ക്ക് വാങ്ങിയാണ് പ്രതിസന്ധി ഒഴിവാക്കുന്നത്. വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം വേണമെന്ന് ഉപഭോക്താക്കളോട് KSEB ആവശ്യപ്പെട്ടു. മാർച്ച് 26 പീക്ക് ടൈം ആവശ്യകതയാണ് ബുധനാഴ്ച മറികടന്നത്. അന്ന് 5301 മെഗാവാട്ടായിരുന്നു ആവശ്യകത. പുലക്കാട്ടുകര കർമ്മനാഥ പള്ളിയിലെ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യൗസേപിതാവിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫാദർ ജോസ് നന്ദിക്കര, ഫാദർ ഷൈജു ആളൂർ, ഇടവക വികാരി ഫാദർ സിജു പുളിക്കൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുനാളിന്റെ നവനാൾ ദിനങ്ങളിൽ വൈകിട്ട് 6 ആരാധനയോടുകൂടിയ ജപമാലയും തിരുസമർപ്പണവും നവനാൾ പാട്ടുകുർബാനയും നടത്തും. ഏപ്രിൽ 12 വൈകിട്ട് 6 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് രാജ്കോട്ട് രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയച്ചൻ പറഞ്ഞാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം ഉണ്ടായിരിക്കും. തിരുനാൾ ദിനമായ ഏപ്രിൽ 14 രാവിലെ 9 ആഘോഷമായ തിരുനാൾ കുർബാന, തുടർന്ന് വൈകിട്ട് 4 മണിക്ക് പ്രദക്ഷിണവും നടത്തും. സ്വർണ്ണവില വീണ്ടും റെക്കോർഡിട്ടു. പവന് 400 രൂപയാണ് വർദ്ധിച്ചത്. അന്താരാഷ്ട്ര സ്വർണ്ണവില $2300 കടന്നു. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 51,650 രൂപയാണ്. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് വിപണി വില 6,460 രൂപയാണ്. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കേരള ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2023 ഡിസംബർ മാസം വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളും ഈ മാസം 30-നുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയോ ക്ഷേമനിധി ഓഫീസിൽ നേരിട്ട് ഹാജരാവുകയോ ചെയ്യേണ്ടതാണെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ക്ഷേമനിധി ഓഫീസിലെ 0487 23 64 866 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,460 രൂപയും പവന് 51,680 രൂപയും രേഖപ്പെടുത്തി. വരന്തരപ്പള്ളി മാടക്കൽ വീട്ടിൽ തോമസ് ഭാര്യ ശാന്ത അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 വരാക്കര സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ പള്ളിയിൽ. എബി, റോബി എന്നിവർ മക്കളും റീന മരുമകളുമാണ്. പറപ്പൂക്കര കരുമത്തിൽ നിഷിരാജ് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജാസ്മിനാണ് ഭാര്യ. നിതീഷ്, നിമിഷ എന്നിവർ മക്കളും രഞ്ജിത്ത് മരുമകനുമാണ്. പറപ്പൂക്കര രാപ്പാൾ നടപ്പറമ്പിൽ ഗോപി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഓമനയാണ് ഭാര്യ. ജിയോമോൻ, ജിജോമോൾ, ജിനേഷ് എന്നിവർ മക്കളും. സബിത, മനോജ്, പ്രീത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പൊതു തെരഞ്ഞെടുപ്പിലെ പത്രികാ സമർപ്പണം പൂർത്തിയായി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരനും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ദേശീയപാത നടത്തറയിൽ ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിയുടെ ഊരിത്തെറിച്ച ചക്രം ദേഹത്ത് പതിച്ച യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് കുന്നംകുളം സ്വദേശി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി. പച്ചളിപ്പുറം സ്വദേശിയായ യുവാവിനെതിരെയാണ് നടപടി. കൊടകര പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്ര നടത്തിപ്പിൽ അഴിമതിയാണെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി.
മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന് കുറുകെ കടമ്പോട് പ്രദേശത്ത് നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് നടപ്പാലം അപകടാവസ്ഥയിലായി, ആശങ്കയിലായി നാട്ടുകാർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.